ഹലോ വൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുവന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ 2025 നിങ്ങളുടെ എക്സാമിൽ ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഭാഗമാണ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 11 മുതൽ 11, 12, 13, 14, 15 ഈ പറയുന്ന 5 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 10 മാർക്ക്, ഏകദേശം അത്രയും മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു നോക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ആൻസർ കീ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഇത് എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, എല്ലാവരെയും കൺഫ്യൂഷൻ അടുപ്പിച്ച ചോദ്യമായിരുന്നു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി, അഥവാ ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ആകസ്മികങ്ങൾ എന്ന് പറയും. ഈ എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റൊരാൾക്ക് അതെങ്ങനെ അനുഭവിക്കുന്നു. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ട് അത്ര വൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്നാൽ ഞാൻ പാടുന്ന പാട്ട് വളരെയധികം സംഗീതാത്മകമായിട്ട് വരികയാണെങ്കിൽ അയാൾക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റൊരാൾക്ക് അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പാടുന്ന പാട്ട് മോശമായിരിക്കണം എങ്കിൽ മാത്രം അയാൾക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി വരുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു ദിവസം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്പ്രേ അടിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്പ്രേ ആണ്, എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്യില്ല, എല്ലാവരും എന്ത് ചെയ്യും, ഭയങ്കര ഹാപ്പി ആവും. ഇനി നേരെ മറിച്ച് നമ്മൾ സ്പ്രേ അടിച്ച് പോകുന്നതിന് വരെ നമ്മൾ കുളിക്കാതെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെയൊക്കെ സ്മെല്ലടിക്കും അല്ലേ. അപ്പോൾ ഇതിലേതാ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി? നമ്മൾ സ്പ്രേ അടിച്ച് പോകുന്ന കാര്യം ഏതായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് നമ്മൾ സ്പ്രേ അടിക്കാതെ പോയത് എന്തായിരിക്കും, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളോട് ജീവിതത്തിലെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഇതാണല്ലോ പറഞ്ഞത്, 2 നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് അഥവാ നെഗറ്റീവ് ആകസ്മികങ്ങൾ ഏതെങ്കിലും എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റൊരാൾക്ക് അത് നെഗറ്റീവ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളോട് 2 എക്സാമ്പിൾ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും എക്കണോമിക്സിൽ പറയുന്ന സംഗതിയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജലമലിനീകരണം എന്ന് പറയട്ടോ. അപ്പോൾ ഈ ജലമലിനീകരണം അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വെള്ളം എന്ത് ചെയ്തു, മലിനീകരണം നടത്തി. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ വീട്ടിലെ വെള്ളം വീട്ടിൽ നിന്നുള്ള അഴുക്ക് വെള്ളം നേരെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തോടിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ ഒഴുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരുപാട് പേര് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പുഴയായിരിക്കും അല്ലേ. അപ്പോൾ ആ പുഴയിലെ വെള്ളം എന്ത് ചെയ്യും, മലിനീകരണം കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് മറ്റൊരാളുടെ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുകയാണെങ്കിൽ ഇതിനെന്ത് പറയാം, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയാം. അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാം, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തൊന്നാണ് ഈ വാട്ടർ പൊല്യൂഷൻ പോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊന്നാണ് എയർ പൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, എയർ പൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. ആക്ച്വലി ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, നമ്മുടെ എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പബ്ലിക് ഫിനാൻസ് പറഞ്ഞ ഭാഗമുണ്ട്, അവിടെയാണ് നിങ്ങളത് പഠിക്കുക. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വായു മലിനീകരണം അല്ലേ. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക്കൊക്കെ നമ്മളെടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പുക നമ്മുടെ വീട്ടിൽ മാത്രമാണ് നിൽക്കുക അല്ല, അത് മറ്റുള്ളവരുടെ വീട്ടിലേക്കും ചെല്ലും, അവർക്ക് കൂടി ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ പുക ഈ പറയുന്ന പ്ലാസ്റ്റിക് കത്തിക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ എയർ പൊല്യൂഷനാണ്, അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. അപ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്നുള്ള കാര്യം ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നെയിം ദ 4 സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി അല്ലെങ്കിൽ ഓഫ് ദ എക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, മാക്രോ എക്കണോമിക് അനുസരിച്ച് നമ്മുടെ എക്കോണമിയിലുള്ള 4 സെക്ടറുകൾ ഏതൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, 4 മേഖലകൾ നമുക്കറിയാം അല്ലേ. ഈ 4 മേഖലകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 മേഖലകൾ നോക്കാം നമുക്കിവിടെ. അപ്പോൾ 4 സെക്ടേഴ്സ് കേട്ടോ, നമ്മൾ പറയാൻ പോകുന്നത് 4 സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമിയാണ്. അല്ലെങ്കിൽ നമ്മുടെ മാക്രോ എക്കണോമിക്സ് അനുസരിച്ച് നമ്മുടെ എക്കോണമിയിലുള്ള 4 സെക്ടറുകൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയുന്ന ആദ്യത്തെ കാര്യമാണ്, ഒരു എക്കോണമിയിൽ ഏറ്റവും ആദ്യം വരുന്ന ഫേംസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, ഉൽപാദകർ എന്നാണ് അവരെ പറയാറുള്ളത്, ഉൽപാദകർ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് ഫേംസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഹൗസ് ഹോൾഡ് ആണല്ലേ, ഹൗസ് ഹോൾഡ്സ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള വ്യക്തികൾ ഇറങ്ങുന്ന അഥവാ നമുക്ക് എന്താ പറയുക, ഉപഭോക്താക്കൾ ഇറങ്ങുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, വ്യക്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തത് നമുക്കറിയാം, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആര് വേണം, ഗവൺമെൻറ് എന്ന് പറയുന്ന സെക്ടർ വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിനൊക്കെ ശേഷം അവസാനമായിട്ട് വരുന്നതാണ് എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ ഫോറിൻ സെക്ടർ എന്ന് പറയാറുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, ഈ പറഞ്ഞ ബാഹ്യമേഖല എന്നോ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന വിദേശ മേഖല എന്നോ ചേർക്കാം. ഓക്കെ,
ബാഹ്യമേഖല അല്ലെങ്കിൽ വിദേശ മേഖല എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഈ പറഞ്ഞ 2 ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്: ഇഫ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് ആൻഡ് സപ്ലൈ കർവ് റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞത്. ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡിലേക്കും അതേപോലെ സപ്ലൈ കർവ് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഇത് ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഗ്രാഫ് വരക്കാൻ നമുക്ക് അറിയേണ്ടത് മൈക്രോ എക്കണോമിക്സിൽ 5ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്റർ എന്നുള്ള ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൽ 5ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവും അതേപോലെ സപ്ലൈ കർവും വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളോട് നോക്കുക, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ പറഞ്ഞ സപ്ലൈ കർവ് ആൻഡ് ഇത് ഡിമാൻഡ് കർവാണെന്നൊക്കെ നമുക്കറിയാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താണ്, ഇവിടെ നമുക്ക് നോക്കാം ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, മക്കൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വിലിബ്രിയത്തിൽ എന്താ ചെയ്യുന്നത്, ഡിമാൻഡ് കർവ് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വരക്കുന്നു. കണ്ടല്ലോ, ഞാനിവിടെ വരച്ചു വെച്ചു, ഡിമാൻഡ് കർവാണ് ഞാനിവിടെ വരച്ചു വെച്ചത്. ഞാനതിന് പുതിയ പേര് കൊടുത്തു, D1 എന്ന് പേര് കൊടുത്തു. പക്ഷേ സപ്ലൈ കർവിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, സപ്ലൈ കർവ് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ ഒരു ചേഞ്ചും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി വന്നിരുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമുക്കറിയാം. ആദ്യം ഞാനിവിടെ വരക്കുന്ന ഡോട്ട് ഇട്ട് വരക്കുന്ന നമ്മുടെ ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നത്. ആ ഇക്വിലിബ്രിയത്തിൽ E എന്ന് പേര് കൊടുക്കുന്നു. ആ സമയത്ത് പ്രൈസിനെ P എന്നും ക്വാണ്ടിറ്റിയെ Q എന്നും ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി പുതിയൊരു ഇക്വിലിബ്രിയമാണ് ഉണ്ടായത്. ഇവിടെ D1 എന്ന് പറഞ്ഞ പോയിന്റ് വന്നപ്പം. അപ്പോൾ എന്ത് ചെയ്തു, നമുക്കിവിടെ പ്രൈസ് കൂടുന്നതായിട്ട് കാണാം അല്ലേ, പ്രൈസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, കൂടിയിട്ടുണ്ട്. അപ്പോൾ P1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും Q1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്കിവിടെ കൂടുതലാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരതാണ് നമ്മുടെ വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അല്ലേ. നമുക്ക് എന്താ ഇവിടെ എഴുതാൻ പറ്റുക, ഇക്വിലിബ്രിയം പ്രൈസ്, നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യുന്നു, അത് കൂടുന്നു എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്താ സംഭവിക്കുന്നത്, അതും അറ്റ് ദ സെയിം ടൈം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒരു 6 മാർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.